ഉമ്മാക്കിനി ഒരാഴ്ച കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞുകൊണ്ട് തന്നെ ഉമ്മാൻ്റെ ഡ്യൂട്ടീസൊക്കെ ഒന്ന് ഞാനാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അല്ല ഏതപ്പോൾ ഈ ഉമ്മാൻ്റെ ഡ്യൂട്ടി അല്ലേ? അങ്ങനെ നിങ്ങൾ ആലോചിച്ചോ. ശരിയാണ്, ഉമ്മാൻ്റെ ഡ്യൂട്ടിന്ന് നിർബന്ധം എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും ഉമ്മ ചെയ്യുന്ന അധിക കാര്യങ്ങളും ഇന്ന് ഞാനാണ് ചെയ്തത്. അപ്പൂസിനെയും കൊണ്ട് ഈ പണിയൊക്കെ പാടെടുക്കണ്ട, അതൊക്കെ അവിടെ കിടന്നോട്ടെ എന്നായിരുന്നു ഉമ്മാൻ്റെ ഓർഡർ. ഇക്കാക്കി അതന്നെ പറഞ്ഞത്. പക്ഷെ ചെറിയാപ്പ് വന്നിട്ട് അപ്പൂസിനെ കൊണ്ടുപോയി. പിന്നെ ഉച്ചക്കുള്ള കൂട്ടാനും ഒക്കെ ചെറിയാപ്പും പൊന്നൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തയക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടിനെയും കൊണ്ട് ഒറ്റക്കല്ലേ, എനിക്ക് റിസ്ക് ആവും എന്ന് പറഞ്ഞു കണ്ട്. അപ്പൂസിന് വേണ്ട പോലെ മാനേജ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ എനിക്ക് എന്ത് റിസ്ക്. ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇക്ക വണ്ടി ഇവിടെ വെച്ചിട്ടാണ് പോയത്. ചെറിയാപ്പൂ ചെറുകോട്ടക്ക് ആയി കൊടുത്തു. കാരണം മേലാറ്റൂർ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ പണി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് വണ്ടി കൊണ്ടുപോയില്ല കേട്ടോ. ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്താണ് ചുവന്നുള്ളി 1 കിലോ 100 അറിയണ പോലെ ആ വണ്ടിക്കാരൻ വന്നത് കേട്ടോ. കുഞ്ഞാമയൊക്കെ വാങ്ങിയപ്പോൾ ഞാനും പോയി വാങ്ങി. കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി. ഞാനേ ഈ കാക്കാനോട് ചോദിച്ചാൽ നിങ്ങളടുത്തുണ്ടോ മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കളിക്കണ ആ വോയിസ് ചോദിച്ചാൽ. അപ്പോൾ പറഞ്ഞു അതിൻ്റെ അടുത്തില്ല, ഞാൻ എൻ്റെ ഒരു വോയിസ് റെക്കോർഡ് ചെയ്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും സാധനമൊക്കെ വാങ്ങി. നോക്ക്, ഇത്രയും സാധനത്തിന് ആകെ 120 രൂപയായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് അകത്ത് വന്ന് ഞാൻ അപ്പൂസിന് കുറച്ച് കുക്കുംബറും ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. ഉമ്മയും അപ്പൂസൊക്കെ അത് കഴിക്കുന്ന ഗ്യാപ്പിൽ ഞാൻ വേഗം അകം തുടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പം നല്ല പൊടിയാണ്, മുറ്റടിച്ചൊരിയാലൊക്കെ നല്ല പൊടി പാറില്ല, തുടക്കാതിരിക്കലും നടക്കൂല. അതൊക്കെ കഴിഞ്ഞതാ മീൻ പൊരിച്ചതും ചെറിയാപ്പൊക്കെ കൊടുന്ന അവിയലും ചീരക്കറിയൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ചെറിയാപ്പ് കൊടുന്ന തേമുട്ടായി അയച്ചു. നാരങ്ങ വാങ്ങിയിരുന്നില്ല, അതുകൊണ്ട് വെള്ളമൊക്കെ കലക്കി കുടിച്ചിട്ടോ. ആ സമയത്ത് ബീഫ് കൊടുന്നിരുന്നു കാക്ക. ഉമ്മ അതൊക്കെ ഒന്ന് മസാല വെച്ചുകൊണ്ട് വൈകുന്നേരത്തിന് വെക്കാമെന്ന് പറഞ്ഞു. കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞ ആളാണ് കോഴിക്കളെ പിന്നാലെ നടക്കുന്നത് കേട്ടോ. ഈവനിങ്ങിൽ ഞാനും പൂമോളും പൊന്നൂൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഇക്കാക്ക അവിടെ മൂരിനെ നടത്തിക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. പൂട്ടുന്ന മൂരി ആയതുകൊണ്ട് തന്നെ ഇതിന് ഇപ്പോൾ കുറച്ച് എക്സസൈസൊക്കെ കൊടുക്കൽ നിർബന്ധമാണ്. അങ്ങനെ പൊന്നൂൻ്റെ അവിടെ എത്തിയപ്പോൾ ചെറിയാപ്പൂ വേലായുധേട്ടൻ നാളികേരമൊക്കെ ഇട്ടത് പൊറുക്കുന്ന തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞ് ജ്യൂസൊക്കെ അടിച്ചിട്ട് ഞങ്ങളെല്ലാവരും ജ്യൂസൊക്കെ കുടിച്ചു. സോണി സ്കൂൾ വിട്ട് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഫനും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. പിന്നെ അപ്പൂസിൻ്റെ ഓട്ടം തുടങ്ങി. അസ്യാക്കിയും മാളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പശുവിനെ കൊണ്ടുവന്നിക്കായിരുന്നു. അപ്പോൾ അതിനെ നോക്കാൻ അവിടെ ഉണ്ടായിരുന്നു. മഗ്‌രിബിന് മടങ്ങിയപ്പോൾ കുഞ്ഞാമ്മ കോഴിക്കളൊക്കെ തിരിച്ച് കൂട്ട് കയറ്റുന്ന തിരക്കില്ല. മുത്തൂസും ഫെല്ലയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മൂരിനെ കാണാൻ വേണ്ടിയിട്ട്. മഗ്‌രിബ് കഴിഞ്ഞിട്ടാണ് ഇന്ന് ഞാൻ കുളിച്ചത് കേട്ടോ. പറ്റ ടയേർഡാണ്. കുറച്ച് ചോറ് വേഗം തിന്ന് ഇനി പോയി അങ്ങോട്ട് കിടന്നാൽ മതി. നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശേഷങ്ങളായിട്ട് നാളെ കാണാം.